കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വളരെ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പോകുമ്പോൾ ആ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡെറിവേഷനിൽ കണ്ട ഒരു ഇക്വേഷനാണ് I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ 1/c⍵. അതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് ലേബിൾ ചെയ്തിരിക്കുന്നു. ഇനി ഇക്വേഷൻ 1നെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓംസ് ലോ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ 1 വിത്ത് ഓംസ് ലോ. ഓംസ് ലോ എന്തായിരുന്നു? കറൻറ്റ് ഈസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കറൻറ്റാണ്, ന്യൂമറേറ്ററിൽ EMF ആണ്, ഡിനോമിനേറ്ററിൽ ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ 1/c⍵ആണ്. അതായത് 1/c⍵ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേഡ് ബൈ എ കപ്പാസിറ്റർ. ഒരു റെസിസ്റ്ററിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, അത് ക്യാപിറ്റൽ R ആണ്. ഒരു ഇൻഡക്ടറിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, അതിന് വിളിച്ചിരുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, X∗L, XL ഈക്വൽ ടു L⍵. അതേപോലെ തന്നെ ഒരു കപ്പാസിറ്ററിനും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. ആ റെസിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. R, XL, ഇവിടെ XC ആണ്. XC, C ഫോർ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതിന് വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇക്വേഷൻ ഇതാണ്, XC ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ c⍵. ഇനി XC ഈക്വൽ ടു 1/c⍵ ആണെന്ന് അറിയാം, ഈക്വൽ ടു 1/c. ഈ ഒമേഗ 2π/t ആണ്, ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ. 2π/t എഴുതാം, അതല്ലെങ്കിൽ 2πf എഴുതാം. സോ XC ഈക്വൽ ടു 1/c⍵, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2πf, ഓർ 1/c ഇൻറ്റു 2π. തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റാണ്, 2πയും കോൺസ്റ്റൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് XC ഈക്വൽ ടു 1/c ഇൻറ്റു 2πf എന്ന് എഴുതാം, അല്ലെങ്കിൽ XC പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ f എന്നും എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ XC പ്രപ്പോർഷണൽ ടു 1/f എന്ന് എഴുതിയത്? ഒരു DC ആണ്, ഡയറക്റ്റ് കറൻ്റാണ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡയറക്റ്റ് കറണ്ട് ഫ്രീക്വൻസി എത്രയാണ്? 0. ഈ 0 നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ XC ഈക്വൽ ടു 1/c ഇൻറ്റു 2π ഇൻറ്റു 0. ഡിനോമിനേറ്റർ മൊത്തം 0 ആയിപ്പോൾ 1/0 ഇൻഫിനിറ്റി ആണ്. സോ XC ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കപ്പാസിറ്റർ അതിൻ്റെ ഉള്ളിൽ കൂടി DC കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതായത് ഒരിക്കലും ഒരു DC കമ്പോണൻറ്റിനെ ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാനായിട്ട് കപ്പാസിറ്റർ സമ്മതിക്കില്ല. സോ ഫോർ DC F ഈസ് ഈക്വൽ ടു 0, XC ഈക്വൽ ടു ഇൻഫിനിറ്റി. മുഴുവനുമായിട്ടും DCയെ ഒരു കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. പക്ഷെ നമ്മളൊരു AC എടുക്കാമെന്ന് വിചാരിക്കാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി കുറവാണെങ്കിൽ, ഇവിടെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ഫ്രീക്വൻസി ഉള്ള ഒരു കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ ആ കറണ്ടിനെതിരായിട്ട് വലിയ റെസിസ്റ്റൻസ്, അതായത് F കുറവാണെങ്കിൽ XC കൂടുതലായിരിക്കും. F അതുപോലെ തന്നെ XC ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ചെറിയ ഫ്രീക്വൻസിയുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ വലിയ റെസിസ്റ്റൻസ് അവിടെ ഓഫർ ചെയ്യും. എന്ന് കരുതി കടന്നു പോകാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. പക്ഷേ DCക്ക് ഒട്ടും പോകാനായിട്ട് പറ്റില്ല. കാരണം DC കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ DCയുടെ ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് XC ഇൻഫിനിറ്റിയാണ്. വളരെ വലിയൊരു റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഓഫർ ചെയ്യും, DCയെ മൊത്തമായിട്ടും ബ്ലോക്ക് ചെയ്യും. ഇനി ചെറിയ ഫ്രീക്വൻസിയുള്ള AC ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. വളരെ വലിയ ഫ്രീക്വൻസിയുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിലോ, അതായത് F വളരെയധികം കൂടുതലാണെങ്കിൽ XC കുറവായിരിക്കും. അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് വളരെ സുഖമായി ആ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാനായിട്ട് സാധിക്കും. അതായത് ഇൻഡക്ടറിന് നേരെ ഓപ്പോസിറ്റാണ്. ഇൻഡക്ടറിൽ DCക്ക് സുഖമായി കടന്നു പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒരു കപ്പാസിറ്ററിൽ കൂടി DCക്ക് കടന്നു പോകാനായിട്ട് പറ്റില്ല. കാരണം ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. എ കപ്പാസിറ്റർ ബ്ലോക്സ് DC.
അതുപോലെ തന്നെ ആൻഡ് അലോസ് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സുഖമായി കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി പോകാനായിട്ട് സാധിക്കും. അതും ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വളരെയധികം കുറവുമായിരിക്കും. വളരെ സുഖമായി ഹൈ ഫ്രീക്വൻസി ഉള്ള AC-ക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി പോകാനായിട്ടും സാധിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക എപ്പോഴും. ഒന്ന്, എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിൻ്റെ ഇക്വേഷൻ X = 1/c⍵ആണ്. XCയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വെച്ചേക്കുക. XC ∝ 1/f. ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. DC-ക്ക് F0 ആണ്. അങ്ങനെയാണെങ്കിൽ F0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു DC കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ കപ്പാസിറ്റർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതായത് DC കമ്പോണൻറ്റിനെ അല്ലെങ്കിൽ DCയെ ഒരു കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. AC-ക്ക് കടന്നു പോകാം. ഇനി വളരെ ഫ്രീക്വൻസി കുറവുള്ള AC ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു AC ആണ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ വളരെ കുറച്ച് റെസിസ്റ്റൻസ് മാത്രമേ ഓഫർ ചെയ്യുകയുള്ളൂ.